പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു വിഷയം പരിചയപ്പെട്ടാലോ? ഓരോരുത്തരുടെ അമ്മ പഠിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ അമ്മ ആരാണ്? വിശുദ്ധ ഏലിയാസിലാണ്. വിശുദ്ധ ഏലിയാസിന്റെ പുണ്യ ജീവിതത്തിലെ ഒരു സംഭവം ഇതാ ഏറ്റുപീഠ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ലീമായിലെ റോസ പുണ്യാളത്തിന്റെ പേരാ നിനക്ക്. ആ പുണ്യാളത്തി നല്ലോണം പ്രാർത്ഥിക്കും. ലീമായിലെ റോസ പുണ്യവതിയെക്കുറിച്ച് അമ്മ ഇടയ്ക്കിടെ മകളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ലീമായിലെ റോസയുടെ തീക്ഷ്ണമായ പ്രാർത്ഥനാ ജീവിതവും കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളും റോസയുടെ മനസ്സിനെ വളരെ സ്വാധീനിച്ചു. അമ്മേ, എനിക്ക് എന്തായാലും ഒരു പുണ്യാളത്തിയാകണം. ആരും അറിയാത്തൊരു പുണ്യാളത്തി. അമ്മേ, എനിക്കൊരു കന്യാസ്ത്രീ ആകണം. അമ്മ കേൾക്കണില്ലേ? എനിക്കൊരു കന്യാസ്ത്രീ ആവണമെന്ന്. മോളെ, അപ്പൻ സമ്മതിക്കില്ല. അപ്പൻ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടിരിക്കണേന്ന് അറിയോ? വലിയ നിലയും വിലയുമുള്ള തറവാട്ടിന്ന് ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. വലിയ കാശുകാരാ. ഈശോയെക്കാളും വലിയ കാശുകാരനാണോ? ഈശോയെക്കാളും വലിയ നിലയുള്ള തറവാടാണോ? എൻ്റെ പൊന്നു മോളെ, ഞാൻ എന്താ നിന്നോട് പറയാ? ചായ? എന്തൊരു സ്വപ്നായിരുന്നു. നമ്മുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും കൂടെ എന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുക. ചെക്കൻ നല്ല വശത്തി ചെക്കൻ. നമ്മുടെ പാമ്പറമ്പൻ ലോനയുടെ ഒറ്റ മോൻ ചാക്കോരു. നമ്മുടെ റോസമോള് പണ്ടമൊക്കെ ഇട്ടപ്പോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? ഞാൻ അവരെ ഉള്ളഴിഞ്ഞ് അനുഗ്രഹിച്ചു. അതെ, നമ്മുടെ റോസയ്ക്ക് എന്താണെന്ന് വെച്ചാ അണ്ട് പറഞ്ഞൂടെ? കന്യാസ്ത്രീ ആവണമെന്ന്. നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കണ്ടെങ്കി അവളെ ഞാൻ കെട്ടിച്ചയക്കും. ചേർപ്പുകാരൻ അന്തോണി പറയണേ. മോളെ, അപ്പ മോളപ്പനെ വേദനിപ്പിക്കോ? ഷാഠ്യക്കാരനായ പിതാവ് മകളെ കന്യകാലയത്തിലേക്ക് അയക്കില്ലെന്ന് വാശി പിടിച്ചു. റോസയ്ക്ക് പകരമായി താഴെയുള്ള ത്രേസ്യ കുഞ്ഞിനെ മഠത്തിലേക്ക് അയക്കുവാൻ പിതാവ് തീരുമാനിച്ചു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. റോസയെ എന്തു വന്നാലും കെട്ടിച്ചയക്കാം. വേണമെങ്കിൽ കൊച്ചു ത്രേസ്യയെ നമുക്ക് കന്യാസ്ത്രീയാക്കാം. അവൾക്കാണെങ്കിൽ റോസയേക്കാൾ ആരോഗ്യവും സാമർഥ്യവും സൗന്ദര്യവും ഉണ്ട്. കന്യാസ്ത്രീകൾക്ക് കൊച്ചു ത്രേസ്യയെ ഒരുപാട് ഇഷ്ടാവും. യേശുവേ, ദേ അപ്പം പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കല്ലേ. ചെറുപ്പക്കാരൻ അന്തോണിയുടെ മോൾക്കും വാക്കൊന്നേയുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. നീ വിചാരിച്ചാ നടക്കും അല്ലേ അമ്മേ? അമ്മ ഒന്ന് പറഞ്ഞേ. മോനല്ലേ, കേക്കും. ഒന്ന് പറയേ. എല്ലാറ്റിനുമുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതം പരിപൂർണമായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നീ മാത്രമാണ് എൻ്റെ ആശ്രയം. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റേത് മാത്രമായിരിക്കും. നീ എന്നെ സ്വീകരിക്കില്ലേ? പിതാവിന്റെ കടുത്ത തീരുമാനത്തിൽ റോസ ആദ്യമൊന്ന് പകച്ചു. പക്ഷേ
ഉള്ളുരുകുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഏത് പ്രതിബന്ധമാണ് അകലാത്തത്? ഏത് പിടിവാശിയാണ് തീരാത്തത്? പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ പ്രവർത്തിക്കാനുള്ള വഴി തെളിയും. അധികം വൈകാതെ തന്നെ പിതാവ് മഠത്തിലേക്ക് അയക്കുവാൻ കാത്തുവെച്ച ത്രേസ്യ കുഞ്ഞ് രോഗബാധിതയായി. മരുന്നിനോ ലേപന ഔഷധങ്ങൾക്കോ അവളെ രക്ഷിക്കാനായില്ല. ദുഃഖത്തിന്റെ നിഴൽ പോലും ഇല്ലാത്ത മാലാഖമാരുടെ നാട്ടിലേക്ക് ആ കുഞ്ഞ് യാത്രയായി. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. കുഞ്ഞെത്തിയെ, കുഞ്ഞെത്തിയെ, നമ്മുടെ കൊച്ചു ത്രേസ്യനെ കർത്താവ് കൊണ്ടുപോയില്ലേ? എനിക്ക് ദൈവം തന്ന ശിക്ഷയാ. റോസേനെ കന്യാസ്ത്രീയാക്കാൻ വിടാത്തതിന്റെ ദൈവകോപം. അങ്ങനെയൊന്നും പറയല്ലപ്പാ. കൊച്ചു ത്രേസ്യ സ്വർഗത്തിലുണ്ട്, ഈശോയുടെ കൂടെ. അപ്പം കരയല്ലേ? അപ്പം കരഞ്ഞാ എനിക്ക് സഹിക്കില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. യേശുവേ, ഇവൾ നിനക്കുള്ളതാ, നിനക്ക് മാത്രം. യേശുവേ, എനിക്ക് തെറ്റിപ്പോയി. ചേർപ്പൂക്കാരൻ അന്തോണി ഇതാ നിന്റെ മുൻപിൽ അടിയറ വെക്കുന്നു. റോസയെ നീ മഠത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ജപമാല ചൊല്ലിയെന്നും ലളിതമായിരുന്ന ജീവിതം, എളിമയോടെ പുഞ്ചിരിച്ചു ഏവരോടും അമ്മ ചൊല്ലി, മരിച്ചാലും മറക്കില്ലാട്ടോ.